പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സാവൂളിൻ്റെ ഭയത്തെ പറ്റിയാണ്. സാവൂളിൻ്റെ ഭയം എങ്ങനെ ആരംഭിച്ചു, എവിടെ അവസാനിച്ചു? നമ്മുടെ ജീവിതത്തിൽ ഈ ഭയത്തിൻ്റെ ഇതിനൊരു ആൻറ്റിഡോട്ട് ഉണ്ട്. ഭയം ഒരു വിഷമാണ്. ഇതിനൊരു ആൻറ്റിഡോട്ട് ഉണ്ട്. ആ ആൻറ്റിഡോട്ട് എന്താണ്? ഇതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഭയമുള്ളവരാണ്. എനിക്ക് വലിയൊരു ഭയമുണ്ട്. എനിക്ക് ഉയരങ്ങളെ ഭയങ്കര പേടിയാണ്. വിമാനത്തിൽ കയറാനൊന്നും പേടിയില്ല, പക്ഷേ ഉയരം വലിയ പേടിയാണ്. കുറച്ച് ഭയങ്കര ഹൈറ്റിലേക്ക് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം ഭയം വരാറുണ്ട്. കർത്താവ് കുറേ നാൾക്ക് മുമ്പ് ആ ഭയം കുറേ എടുത്ത് മാറ്റിക്കളഞ്ഞു കർത്താവ്. എന്നാൽ പണ്ട് എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. അതുപോലെ എനിക്കൊരു ഭയമാണ്, ഇടുങ്ങിയ സ്ഥലത്തോടുള്ളൊരു ഭയമുണ്ട് എനിക്ക്. അതായത് വളരെ കുഞ്ഞിയ ഇടുങ്ങിയ സ്ഥലത്തൂടെ പോകുമ്പോൾ ഭയം ഉണ്ടായിരുന്നു എനിക്ക്. കർത്താവ് അതൊക്കെ എടുത്ത് മാറ്റി. കുറേ ഭയങ്ങൾ കർത്താവിൻ്റെ കരുണ മൂലം കർത്താവ് എടുത്ത് മാറ്റി. ഇങ്ങനെ ഒരു ഭയത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഭയമുണ്ട്. ചിലർക്ക് പാമ്പിനെ പേടി, പട്ടിയെ പേടി, പൂച്ചയെ പേടി, എന്തിന് ചെറിയ പാറ്റയെ വരെ പേടിയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആൾക്ക് എട്ടുകാലിയെ ഭയങ്കര പേടി, ഭയങ്കര പല ഭയങ്ങളുള്ള ആളുകളുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന സാധനങ്ങൾ ഭയമുണ്ടെന്ന് പറഞ്ഞ ആളാണ്. എന്തിന് ചെറിയ ഈ നമ്മുടെ നാട്ടിൽ വണ്ട് പോലത്തെ കുഞ്ഞു ജീവിയിൽ അതിനെ വരെ പേടിയുള്ള ആളുകളുണ്ട്. ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവ് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് ഭയപ്പെടണ്ടെന്നാണ്. മത്തായിയുടെ സുവിശേഷം 28:20 കർത്താവ് പറയും, ഭയപ്പെടണ്ട, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ശരീരത്തെ കൊല്ലുന്നത് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. നീ ഭയപ്പെടണ്ട, ഒന്നിനെയും നിങ്ങൾ പേടിക്കാതെ ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ നമുക്ക് ധാരാളം ഭയമുണ്ട്. സാവൂളിൻ്റെ ഭയം പക്ഷേ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അവിശ്വാസത്തിൻ്റെ ഭയമായിരുന്നു. ഇത് വ്യത്യാസമുണ്ട്. ഈ ഭയം, അവിശ്വാസത്തിൻ്റെ ഭയങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം. ഇതാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ. അപ്പോൾ സാവൂളിൻ്റെ ഭയം ആരംഭിക്കുന്നത് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 13-ാമത്തെ അധ്യായത്തിലാണ്. സാവൂൾ ഭയങ്കര പവർ ദൈവം കൊടുത്ത ആളാണ്. നമ്മൾ 1 സാമുവേൽ 10-ാമത്തെ അധ്യായത്തിൽ സാവൂൾ വേറൊരു മനുഷ്യനായി മാറി എന്നാണ് വചനം പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയായി ആവസിച്ച് അവൻ മറ്റൊരു മനുഷ്യനായി എന്നാണ് പറയുന്നത്. പക്ഷേ ആ മനുഷ്യൻ തന്നെ 13-ാമത്തെ അധ്യായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഭയം മനസ്സിലേക്ക്, അവിശ്വാസത്തിൻ്റെ ഒരു ഭയം. നമ്മൾ മാമുദിസൊക്കെ സ്വീകരിച്ച് ഭയങ്കര ശക്തിയുള്ള ആളുകളായി, സ്ഥൈര്യലേപനമൊക്കെ സ്വീകരിച്ച് ആത്മാവിനൊക്കെ സ്വീകരിച്ച് സാവൂളിനെ പോലെ ഭയങ്കര ശക്തിയുള്ള ആളുകളായി. എങ്കിലും ഈ അവിശ്വാസത്തിൻ്റെ ഭയം നമ്മളെ പിടികൂടാൻ സാധ്യതയുണ്ടെന്ന് സാവൂൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. സാവൂളിൻ്റെ ഭയം, സാവൂളിന് ആദ്യം ഭയം സൈന്യത്തെയായിരുന്നു. വലിയൊരു സൈന്യം അവനെതിരെ പാളയം ഒടിച്ചു. വലിയൊരു സൈന്യം, ഫിലിസ്ത്യ സൈന്യം, ചിന്തിക്കാൻ പറ്റില്ല. ഇവൻ്റെ കൂടെ ആകെ 3000 പേരുള്ളൂ. എന്നാൽ എതിർത്ത് വരുന്ന ഫിലിസ്ത്യ സൈന്യത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ 1,00,000 വേഴ്സസ് 3000 നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതാണ് സാവൂളിനെ ഭയപ്പെടുത്തിയത്. അപ്പോൾ ഒരു സൈന്യം നമുക്കെതിരെ പാളയം അടിച്ചാൽ നീ ഭയപ്പെടുമോ? നിയോഗമുണ്ടെങ്കിൽ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്നെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം കേട്ടോ. കർത്താവ് നിയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. കർത്താവ് നിന്നെ പൊതിഞ്ഞ് പിടിച്ചോളും. സങ്കീർത്തനം 27:3 ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം കർത്താവിലാണ് എൻ്റെ ആശ്രയം. കർത്താവിലാണ്. ഒരു സൈന്യം തന്നെ, ഒരാൾക്കെതിരെ ഒരു സൈന്യം പാളയം അടിക്കുകയാണ് എങ്കിലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് പറയാം. ജോഷുവ വളരെയധികം മോശയ്ക്ക് ശേഷം ജനത്തെ നയിച്ച ആളാണ് ജോഷുവ. കർത്താവ് പറഞ്ഞു, നീ പേടിക്കണ്ടടാ. ജോഷുവയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം പറയാം, നിയോഗമുള്ളവരാണ് ഇവരൊക്കെ.
നിയോഗം, ദൈവം ജോഷയ്ക്ക് ഒരു നിയോഗം കൊടുത്തു. നിയോഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയോഗം ഉണ്ടെങ്കിൽ നീ ഭയപ്പെടണ്ട. കർത്താവാണ് നിന്നെ ഏൽപ്പിച്ചതെങ്കിൽ നീ ഭയപ്പെടണ്ട. സാവൂളിന് പറ്റി തന്നെ കർത്താവ് നിന്നെ ഏൽപ്പിച്ചു. മാമോദീസ സ്വീകരിച്ച് നിന്നെ കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഭയപ്പെടരുത്. ജോഷുവ 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുക, നീ പേടിക്കണ്ട, നിനക്കെതിരെ യുദ്ധത്തിന് ആയി എന്ന് പറയുന്ന രാജാവ് വരും, നീ പേടിക്കണ്ട. ആ രാജ്യം വന്നു കഴിഞ്ഞാൽ നീ ഭയപ്പെടണ്ട, വളരെ ശക്തിയുള്ള രാജ്യമാണെന്ന് പേടിക്കരുത് നീ. 8-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം പറയുക, ആ രാജാവിനെയും അവിടുത്തെ പ്രജകളെയും ആ പട്ടണത്തെയും എല്ലാറ്റിനെയും ഞാൻ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. നിൻ്റെ കയ്യിൽ അവരൊക്കെ ഞാൻ ഏൽപ്പിക്കും. ഒരു സൈന്യം തന്നെ നിനക്കെതിരെ പാളയമടിച്ചാലും നീ ഭയപ്പെടരുത്. കാരണം കർത്താവ് നിനക്ക് നിയോഗം ഏൽപ്പിക്കും. നിയോഗം ഇല്ലാത്തവൻ ഭയപ്പെടണം. കർത്താവ് ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഭയപ്പെടണം. ഞാൻ പുറപ്പാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം, മോശയ്ക്ക് 40 വയസ്സായി കഴിഞ്ഞപ്പോൾ മോശയ്ക്കൊരു ആഗ്രഹം, ഹെബ്രായ ജനതയെ സഹായിക്കണം. അപ്പോൾ ഹെബ്രായ ജനതയെ ഒരു ഈജിപ്തുകാരൻ ഉപദ്രവിക്കുന്നത് കണ്ട് മോശ പോയിട്ട് ഒറ്റടി കൊടുത്തു, അവൻ ചത്തു. ഒരൊറ്റടിക്ക് അവൻ കൊന്നു. മോശയുടെ ആരോഗ്യം നോക്കണേ. അപ്പോൾ മോശ ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് പേടിച്ച് ഓടുകയാണ്. പിന്നെ പേടിച്ച് 40 വർഷം മോശ പേടിച്ച് ജീവിച്ചു. അപ്പോൾ അത് ഒരു മരുഭൂമിയിൽ ആടിനെയൊക്കെ നോക്കി 40 വർഷം ജീവിച്ചു. എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഓടിപ്പോകേണ്ട വന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. മോശയ്ക്ക് നിയോഗം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനുള്ള നിയോഗം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിയോഗം ഇല്ലാത്തൊരു സമയത്ത് നിയോഗമുള്ളവനെ പോലെ നീ പ്രവർത്തിക്കരുത്. നിനക്ക് ആ നിയോഗം കിട്ടിക്കഴിഞ്ഞിട്ട് നീ അത് ചെയ്യാവൂ. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസും പൗലോസും ഒക്കെ പിശാചിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അതുപോലെ പിശാചിനെ പുറത്താക്കാൻ ഒരുത്തൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ, ആ മാന്ത്രികൻ പരിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, പൗലോസിനെ എനിക്കറിയാം, പത്രോസിനെ അറിയാം, നീ ആരാണ്? നിയോഗമില്ലാതെ നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, യുദ്ധത്തിൽ നീ ജയിക്കില്ല. നിയോഗമില്ലാതെ നീ പോയി കഴിഞ്ഞാൽ ഒരു സൈന്യം നിന്നെ ചവിട്ടി കൂട്ടി മെതിച്ച് നിന്നെ ഒരു മൂലക്കിടും. എന്നാൽ നിയോഗം ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ നിയോഗം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൈന്യം നിനക്കെതിരെ പാളയമടിച്ചാലും നീ ഭയപ്പെടണ്ട. കർത്താവിൻ്റെ നിയോഗം പത്രോസിന് കൊടുത്തിട്ട് പറഞ്ഞു, പത്രോസ് നീ പാറയാണ്, ഒരു സൈന്യം, പിശാചിൻ്റെ ഒരു സൈന്യം, ഒരു നരകത്തിൻ്റെ കവാടം നിനക്കെതിരെ പ്രബലപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് കർത്താവിൻ്റെ നിയോഗം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയോഗമുള്ളവനെ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. സാവൂളിന് നിയോഗം ഉണ്ടായിരുന്നു. നിയോഗം ഉണ്ടായിരുന്ന സാവൂള് ഭയപ്പെടാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ഭയപ്പെടാൻ പാടില്ലായിരുന്നു. നിയോഗമുള്ള സാവൂള് ഭയപ്പെട്ടു, സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. മറ്റുള്ളവരെ കാണും, നിയോഗം, സൈന്യം, ഇത് രണ്ടും ശരിക്കും ശ്രദ്ധിച്ച് കാണണം നിങ്ങൾ. രണ്ടാമത്തെ ഭയം എന്താണെന്നറിയാവോ? മനുഷ്യർ തന്നെ ഉപേക്ഷിച്ച് പോകുന്നുള്ള ഭയം. ഭയങ്കര ഭയം അത്. മനുഷ്യർ ഉപേക്ഷിച്ച് 3000 പേരെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പല ആൾക്കാരും ഉപേക്ഷിച്ച് പോകുന്നത് സാവൂള് കാണുകയാണ്. അപ്പോൾ മനുഷ്യർ ഉപേക്ഷിക്കുന്നുള്ള ഭയം, മനുഷ്യരുടെ കൂട്ടുകാരും മറ്റുള്ളവരും ഉപേക്ഷിക്കുന്ന ഭയം. ഇതിലൊന്നും അവനില്ലാതിരുന്ന കാര്യം എന്താണെന്നറിയാവോ? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, തന്നെ നിയോഗം ഏൽപ്പിച്ചവനുള്ള വിശ്വാസം. ഇത് ഈ സാവൂളിന് നഷ്ടമായി. ഇനി സാവൂൾ എത്തി നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? ഒരു സൈന്യത്തെ ഭയപ്പെട്ട സാവൂള്, മനുഷ്യരെ ഉപേക്ഷിച്ച് പോകുന്നത് വിചാരിച്ച സാവൂള് അവസാനം ഭയപ്പെടുന്നത് ഒരു മനുഷ്യനെയാണ്, ദാവീദിനെ. പിന്നെ ദാവീദിനെ ഓർത്ത് ഇവന് സമാധാനം ഇല്ലാണ്ടായി. അപ്പോൾ ഈ അവിശ്വാസം കൊണ്ടുവന്ന് എത്തിക്കുന്നത്, ഒരു സൈന്യത്തെ ഭയപ്പെടുന്നതിൽ നിന്ന് വെറും ഒരു ഇടയച്ചെറുക്കനായ, ഒരു സാധാരണ ഇടയച്ചെറുക്കനായ ദാവീദിനെ ഭയപ്പെടുന്നതിലേക്ക് അവൻ്റെ ഗ്രാഫ് അങ്ങ് താന്ന് പോയി. അവിശ്വാസം നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലേക്കാണ്. എന്നാൽ ദാവീദിനെ നോക്കി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദാവീദ് ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി പോകുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം എന്ന് വായിക്കണം. വലിയൊരു മനുഷ്യൻ, ഈ ഫിലിസ്ത്യ സൈന്യത്തിൻ്റെ വലിയൊരു ശക്തി കേന്ദ്രം. അപ്പോൾ ഒരു സൈന്യം തന്നെ പാളയം പിടിച്ചാലും കർത്താവിൻ്റെ നിയോഗമുണ്ട്. നീ ഒരൊറ്റ കല്ലും കവണയായിട്ട് പോയാൽ മതി. ഈ മനുഷ്യൻ കുറച്ച് കല്ലും, കുഞ്ഞു കല്ലും കവണയായിട്ട് ചെന്ന് ഒരു കല്ലങ്ങ് വിടുകയാണ്, കവണ ഉപയോഗിച്ച്. ഒരൊറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ പണി കഴിഞ്ഞ. ദാവീദിന് നിയോഗമുണ്ട്. നിയോഗമുള്ളവൻ്റെ കയ്യിൽ ഒരൊറ്റ കല്ല് മതി. നിയോഗമുള്ളവൻ്റെ കയ്യിൽ, സാവൂളിൻ്റെ കയ്യിൽ 3000 ആളുകൾ മതിയായിരുന്നു. ഗിദെയോൻ്റെ കയ്യിൽ 300 പേര് മതിയായിരുന്നു. വലിയൊരു സൈന്യത്തെ തോൽപ്പിക്കാൻ 300 പേര് മതിയായിരുന്നു. നിയോഗമുണ്ടോ അവിടെ? നിയോഗമുള്ളവൻ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. മാമോദീസായിൽ കർത്താവ് നമുക്ക് നിയോഗം നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കാനായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം പറയാം, നീ എൻ്റെ വചനം പാലിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും.
നീ എൻ്റെ വചനം പാലിച്ചാൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ വചനം പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ ഭയം നമ്മളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. സങ്കീർത്തനം 23-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിലേക്ക് അവിടെ നിന്ന് എന്നെ ആനയിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്യം. പക്ഷെ നമ്മൾ ഈ വാക്യം വായിച്ച് കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും എന്താ കാണുന്നു? മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ് ഇവൻ്റെ ആശ്വാസം. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. ഒരു വിരുന്നുണ്ട്, വലിയൊരു വിരുന്നുണ്ട്. പക്ഷേ ആരുടെ മുമ്പിലാണ് ഒരുക്കപ്പെടുന്നത്? ശത്രുവിൻ്റെ മുമ്പിലാണ് ഒരുക്കപ്പെടുന്നത്. വിരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം, പക്ഷെ ഒരുക്കപ്പെടുന്നത് ശത്രുവിൻ്റെ മുമ്പിലാണെന്നുള്ളത് ഒരു ഭയം, അല്ലേ? അപ്പോൾ കർത്താവ് പറയും, ഇത് രണ്ടും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നീ അപ്പോൾ പതറരുത്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നീ മുന്നോട്ട് പോകണം, നീ പതറാൻ പാടില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ സങ്കീർത്തനം 23 വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ വളരെ ശക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ ആൻറ്റിഡോട്ട് എന്താണ് ഈ ഭയത്തിൻ്റെ? നമുക്കെല്ലാവർക്കും ഭയമുണ്ടല്ലോ, അവിശ്വാസത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ഭയമുണ്ട് നമുക്ക്. എന്താണ് ഇതിൻ്റെ ആൻറ്റിഡോട്ട്? വിശ്വാസമാണെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 40-41 തിരുവചനത്തിൽ നമ്മൾ 4-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈശോ ആണ്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി കഴിഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പോൾ ഭയം മാറാനായി കർത്താവ് നമ്മുടെ മുമ്പിൽ തരുന്ന കാര്യം എന്നാ? വിശ്വാസമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ സ്നേഹമുള്ളിടത്ത് ഭയമില്ല എന്ന് പറയുന്നത്. സ്നേഹം വിശ്വാസവും സ്നേഹമൊക്കെ ദൈവിക പുണ്യങ്ങളാണെന്ന് നമുക്കറിയാം. നിനക്ക് വിശ്വാസമുണ്ടോ? അവിടെ ഭയം ഭയം എന്ന് പറയുന്ന ബോംബുണ്ടല്ലോ, നിർവീര്യമായി പോകുന്ന കാര്യമാണ് ദൈവത്തിലുള്ള വിശ്വാസം. 2 തിമോത്തി 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. ഭയത്തിൻ്റെ ആത്മാവിനല്ല നിനക്ക് നൽകിയത്, മറിച്ച് ശക്തിയുടെ, ആത്മനിയന്ത്രണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നിൻ്റെ മേൽ വർഷിച്ചിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഭയം വേണ്ട. ഭയത്തിൻ്റെ ആൻറ്റിഡോട്ട് നമ്മുടെ വിശ്വാസമാണ്. ഈ 2 കാര്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നോക്കുന്ന ആൾക്കാരാണ് ഭയപ്പെടുക. നമുക്കറിയാം, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നടക്കുന്ന ആളുകൾക്കാണ് ഉത്കണ്ഠ. അയ്യോ, നാളെ എന്ത് സംഭവിക്കും, മറ്റന്ന് എന്ത് സംഭവിക്കും. അപ്പോൾ നാളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഭയം ഉണ്ടാകുക. എന്നാൽ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളോ നാളെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന്, പ്ലാൻ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഉത്കണ്ഠ വരുന്നത് നാളെക്കുറിച്ചുള്ള, അയ്യോ ഇപ്പം ഇങ്ങനെ എൻ്റെ ജീവിതം പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യമുണ്ട്, ദൈവത്തിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ എൻ്റേതായിട്ടുള്ള പദ്ധതികൾ മെനയണ്ടേ, ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കർത്താവ് നാളെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ. ഞാൻ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു മടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല കർത്താവ് ഇത് പറയുന്നത്, മറിച്ച് കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. നാളെയെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഭൂതകാലത്തെ പറ്റി ചിന്തിക്കുന്നവരെ നന്ദിയുള്ളവരാകും. ഇന്നലെ വരെ കർത്താവ് എന്നെ പാലിച്ചില്ലേ, എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് രക്ഷിച്ചില്ലേ. അപ്പോൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് പൊതുവെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ. കാരണം അവർക്ക് അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രപ്പോസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. അത് ഇഗ്നേഷ്യസ് ലോയോളയുടെ ഒരു മെത്തേഡാണ്. ഇഗ്നേഷ്യസ് ലോയോള പറയുന്നത് എന്താണെന്നറിയാമോ? നിൻ്റെ ഭൂതകാലത്തെ നീ ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്യുക. വെറും ഭൂതകാലമല്ല, അദ്ദേഹം പറയുന്നത് ദൈവം നിന്നെ സഹായിച്ചിട്ടുള്ള ഭൂതകാലം നീ കൂടെ റീവിസിറ്റ് ചെയ്യുക. നിനക്കിപ്പോൾ ഇന്നൊരു വിഷമമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, കർത്താവിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് നീ അനുഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതായത് നാളെക്കുറിച്ചുള്ള ഭയം നിന്നെ കടന്നുകൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, നീ പെസഹ ആഘോഷിക്കണം. എങ്ങനെയാണ് കർത്താവ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ കൊണ്ടുപോയതെന്ന് നീ ചിന്തിക്കണം. നിൻ്റെ ഭൂതകാലം നീ ഓർക്കണം. നിൻ്റെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കണം. അവരോട് ചിന്തിക്കാൻ പറയണം. എന്തെന്ന്? ഈ പെസഹ ആഘോഷിച്ചിട്ട് അവരോട് ചിന്തിക്കാൻ പറയണം. നാളെക്കുറിച്ചാണ് ചിന്തിക്കാൻ പറയുന്നത്? അല്ല, കർത്താവ് പറയുന്നത് എന്നാ? നീ ഭൂതകാലത്തെക്കുറിച്ച്, ഈജിപ്തിൽ നിന്ന് എങ്ങനെയാണ് കൊണ്ടുപോയത്, ചെങ്കടൽ എങ്ങനെയാണ് കടന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ജോഷുവയുടെ അടുത്ത് കർത്താവ് പറയുക, ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് ആ ജോർദാൻ നദി കടന്നു പോകുന്നൊരു പോക്കുണ്ട്. ജോഷുവ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ചെങ്കടൽ കടന്നു കഴിഞ്ഞിട്ട് ജോഷുവയുടെ അടുത്ത്, ആ ജനത്തിൻ്റെ അടുത്ത് കർത്താവ് പറയുക, നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എങ്ങനെയാണ് ജോർദാൻ 2ആയി പിളർന്നതെന്നും അവസാനത്തെ ആൾ
എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് വീണ്ടും അത് കരകവിഞ്ഞൊഴുകിയതെന്നും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് റീവിസിറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രൊപ്പോസിഷൻ ഉണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ആത്മീയ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ശൈലിയാണത്. അത് ഇഗ്നേഷ്യസ് ലോയോള വളരെ 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 തീവ്രതയോട് കൂടിയിട്ട് ഈ വചനങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഓർക്കണം. എങ്ങനെയാണ് ദൈവം എന്നെ വഴി നടത്തിയത് എന്ന് ഓർക്കുക. അതാണ് ഒന്നാമത്തെ ഒരു പദ്ധതി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? പല മനുഷ്യരുടെയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ റിസോർട്ടാണ്. ഇനിയിപ്പോൾ രക്ഷയൊന്നുമില്ല, എന്നാൽ പിന്നെ ഒരു ധ്യാനത്തിന് പോയേക്കാം. അങ്ങനെയാണ് പല ആളുകളും ചിന്തിക്കുന്നത്. ഇനിയിപ്പോൾ രക്ഷയില്ല, എന്നാൽ പിന്നെ പ്രാർത്ഥിച്ചേക്കാം. ഇനിയിപ്പോൾ രക്ഷയില്ല, ഇന്ന സ്ഥലത്തേക്ക് പോയേക്കാം, ഇന്ന കാര്യം ചെയ്തേക്കാം, ഇന്ന പ്രാർത്ഥന അങ്ങ് ചൊല്ലിയേക്കാം എന്ന് വിചാരിക്കുന്നത് അവസാനത്തെ റിസോർട്ടായിട്ടാണ് പലപ്പോഴും. എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഭയങ്ങളെല്ലാം മാറിപ്പോകാനായി, സാവൂളിൻ്റെ ഭയം പോലെ അവിശ്വാസത്തിൻ്റെ മേഖല അങ്ങ് മാറിപ്പോകാനായി നമ്മൾ പ്രാർത്ഥന, ദ ഫസ്റ്റ് റിസോർട്ട് എന്താണെന്നറിയാമോ? ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയായിരിക്കണം. ഫിലിപ്പി ലേഖനം 4-ാമത്തെ അധ്യായം 6-ാമത്തെ ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ? പ്രാർത്ഥിക്കുവിൻ. കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതവും എല്ലാം കർത്താവിന് മുമ്പിൽ വയ്ക്കുവിൻ. എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. അതാണ് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയാമോ? കർത്താവിൻ്റെ വചനം 7-ാമത്തെ തിരുവചനം 4:7 പറയാം, എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിൻ്റെ ഉത്കണ്ഠ മാറിപ്പോവും. നമ്മൾ ഈ അവസാനം പ്രാർത്ഥന കൊണ്ട് വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ വിഷമം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അവസാനം ഒരു രക്ഷയില്ല, എന്നാൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാം. ഞാനിപ്പോഴും ഓർക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു 40-50 വീട്ടുകാരെ ആകെയുള്ളൂ ഒരു കുഞ്ഞിടവകയാണ്. ആ ഇടവകയിലെ ഒരു മകള്, 2 കുഞ്ഞു പിള്ളേരുണ്ട്. അവൾക്ക് 1 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അവൾ വലിയൊരു അപകടത്തിൽ പെടുകയാണ്, ഒരു കാർ ആക്സിഡൻറ്റിൽ പെടുകയാണ്. കാർ അങ്ങ് തകിട് പൊടിയായി. അതിൻ്റെ ഉള്ളിൽ ഉള്ള ആൾ രക്ഷപ്പെട്ടു എന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റില്ല. അവളെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എയർലിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഹെലികോപ്റ്ററിലെടുത്ത് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് കേട്ടറിഞ്ഞിട്ട് ഒരു ജനം മുഴുവൻ, ഇടവകയിലെ ഒരു 40-50 വീട്ടുകാരാകെയുള്ളൂ, അതിന് 3/4 ഭാഗത്തോളം ജനം ആശുപത്രിയിൽ തടിച്ചുകൂടി. ആശുപത്രിയിലേക്ക് വരികയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഞാനും അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും എന്താ ചെയ്യുക? ആരും കാണാനില്ല, ഡോക്ടറെ കാണാനില്ല, ആരും കാണാനില്ല. അപ്പോൾ ഇവളുടെ ഭർത്താവുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൂടിയിരുന്ന് കരുണയുടെ ജപമാല ചെല്ലാം. കർത്താവ് പറയാം, നമ്മളൊരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി കർത്താവിനെ ഉപയോഗിക്കുന്നതല്ല. നമ്മളെല്ലാവരും ഒരു ഭയത്തിലാണ്. ഇവളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് പല ആളുകൾക്കും. വളരെ പ്രിയപ്പെട്ട, വളരെയധികം പ്രായമൊന്നും ഇല്ലാത്തൊരു മകളാണ്. 20s, ഏർലി 20s ആണ് അവളുടെ പ്രായം. 25 വയസ്സ് പോലും ആയിട്ടില്ല. അത്രയും പ്രായമുള്ളൊരു മകളുടെ ജീവിതം നഷ്ടപ്പെട്ടു. 2 കുഞ്ഞു മക്കളുണ്ട്. കർത്താവേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഒരു ഭയത്തിൽ നിന്ന് ആദ്യത്തെ റിസോർട്ട് ഞങ്ങളെല്ലാവരും ചെയ്തതെന്താണെന്ന് അറിയാം? ആദ്യത്തെ കാര്യം ഞങ്ങൾ അവിടെ ചെയ്തത്, ഞങ്ങൾ ഡോക്ടർമാരെ തേടി പോവുക ഒന്നും ചെയ്തില്ല. അവിടെ മുട്ടുകുത്തി നിന്ന്. എൻ്റെ കൂടെ വേറൊരു അച്ഛനുണ്ടായിരുന്നു. ഞങ്ങൾ 2 അച്ഛന്മാർ മഴയത്ത് വണ്ടി ഓടിച്ചിട്ടാണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നത്. അച്ഛൻ ഇപ്പോഴും എന്നോട് ആ വിശേഷം എന്നോട് പങ്കുവയ്ക്കും. ഒരുമിച്ച് ഞങ്ങളവിടെ ഇരുന്ന് കരുണക്കൊന്ത ചൊല്ലി 12 പ്രാവശ്യം കരുണക്കൊന്ത ചൊല്ലി. അപ്പോൾ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ എന്തിനാ ഈ ജനങ്ങൾ മുഴുവൻ ഇവിടെ ഇരുന്ന് കരുണക്കൊന്ത ചെല്ലുന്നത്. ഭയങ്കര തീവ്രതയാണ്. നമുക്ക് വളരെയധികം അറിയാവുന്ന ഒരാൾ മരിച്ചു പോവുക. അത്രയും വലിയൊരു അപകടമാണ് അവൾക്ക് പറ്റിയത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിട്ട് ഒറ്റ കാര്യമുള്ള, കർത്താവേ ആ മകളുടെ ജീവൻ തിരിച്ചു തരണേ, ആ മകളുടെ ജീവൻ നഷ്ടപ്പെടരുത്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഈ ഭയത്തിൽ നിന്നാണ്, ഈ ആകുലതയിൽ നിന്നാണ് കർത്താവ് ഞങ്ങളെ നയിച്ചു തരാം. നമ്മൾക്ക് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കേണ്ടവരാണെന്നറിയാം. അങ്ങനെ അവിടെ നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഞങ്ങളെ കണ്ടു. ഇവരെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കുറേ പേര് കൈകൾ ഉയർത്തി കണ്ണുനീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിനത് കേൾക്കാണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവളുടെ സർജറി ചെയ്യുന്ന ഡോക്ടർ ആദ്യം ബ്രെയിൻ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ, അതിൻ്റെ കൂടെ വയറ്റിൽ ഒരുപാട് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. ആ മകളെ സർജറി ചെയ്ത ഡോക്ടർ അവൾ വയറ് തുന്നി കെട്ടിയിട്ടില്ല. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തെ മനോഹരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ വയറ് തുന്നി കെട്ടിയിരുന്നെങ്കിൽ ആ പ്രഷറിൻ്റെ ഒരു കാര്യം ഡോക്ടറുടെ മനസ്സിലേക്ക് വന്ന് ഡോക്ടർ അത് ചെയ്തില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ അത് തുന്നി കെട്ടിയിരുന്നെങ്കിൽ ആ ഡോക്ടർ എന്നിട്ട് പറയാം, ഇവൾ രക്ഷപ്പെട്ടതിന് ശേഷം ഡോക്ടർ അന്ന് ഞാനത് തുന്നി കെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ
മരിച്ചു പോകുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു, ഇത് ചെയ്യണ്ട, ഇപ്പോൾ ചെയ്യണ്ട, അവൾക്ക് ബോധം വന്നതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ ഡോക്ടറുടെ മനസ്സിലേക്ക് വന്ന് ഡോക്ടർ അത് ആ ഭാഗം മാത്രം ചെയ്യാതെ പോയി. പിന്നെ ഡോക്ടർ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചൊരു കാര്യമുണ്ട്, കർത്താവാണ് ആ സമയത്ത് ഡോക്ടറുടെ മനസ്സിലത് തോന്നിപ്പിച്ചത് എന്ന് ഞങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു. നിയമാവർത്തനം 31:6 ശക്തനും ധീരനുമായിരിക്കുക, ശക്തനും ധീരനായിരിക്കുക, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. നിങ്ങൾ ഭയപ്പെടല്ലേ, ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. അവിടെ നിന്ന് നിങ്ങളെ ഉപേക്ഷിക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. കർത്താവ് നമ്മുടെ കൂടെ വരുന്ന ഒരു ഭയങ്കര ശക്തമായിട്ടുള്ളൊരു ദൈവാനുഭവമാണ്. 21ഓളം ദിവസം, എത്ര ദിവസമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഈ മകൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. 21 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മകളുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാനായിട്ട് ചെല്ലുമായിരുന്നു. അവൻ്റെ ഭർത്താവ് എന്നെ വിളിക്കും, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. അവൻ വളരെ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു മകൻ, പ്രാർത്ഥനയുടെ ശക്തിയാണ്. അവൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്ന് 10, 20, 22 ദിവസമൊക്കെ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല എത്ര ദിവസമാണെന്ന്. ചെന്ന് അവളുടെ കയ്യിലേക്ക് ഞാനൊരു കുരിശെടുത്ത് ആ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു. അവൾ ഭർത്താവിനോട് പറഞ്ഞിട്ട് ആ കുരിശ് വെച്ച് കൊടുത്ത ഉടനെ ഞാൻ കാണുന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ആ കുരിശ് അവൾ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, താങ്ക് യു അച്ചോ. അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല, തീർച്ചയായിട്ടും ചുണ്ട് അനങ്ങുകയാണ്. താങ്ക് യു അച്ചോ, ശബ്ദം പുറത്തേക്ക് വന്നില്ല. താങ്ക് യു അച്ചോ. ഇവൻ്റെ സന്തോഷം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കുരിശ് ടച്ച് ചെയ്തോട് കൂടിയിട്ട് അവൾക്ക് ഓർമ്മയും ബോധവും എല്ലാം തിരിച്ചു വന്നതിൻ്റെ പിന്നിൽ ദൈവമായ കർത്താവാണ് നിൻ്റെ കൂടെ വരുന്നത്. നിൻ്റെ കൂടെ വരുന്നത് ദൈവമായ കർത്താവാണ്. നിന്നെ ഉപേക്ഷിക്കില്ല, നിന്നെ പരിത്യജിക്കില്ല, നീ ഭയപ്പെടേണ്ട. പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പോൾ ആ ഭയമെല്ലാം മാറി. ആ സഹോദരൻ്റെ ഒരു ആനന്ദം ഞാനിപ്പോഴും ഓർക്കുകയാണ്. സങ്കീർത്തനം 27:1 കർത്താവിൻ്റെ വചനം പറയാം, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവാണ് എൻ്റെ പ്രകാശം, എൻ്റെ കോട്ട, ഞാൻ ആരെ ഭയപ്പെടണം? യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയാം, നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. യോഹന്നാൻ 14:1 പറയാം, നീ വിശ്വസിക്കുക, ദൈവമായ കർത്താവിൽ വിശ്വസിക്കുക, അസ്വസ്ഥപ്പെടേണ്ട. അപ്പോൾ കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരാണ് പ്രാർത്ഥന. ഇപ്പോൾ 2 കാര്യങ്ങൾ, വിശ്വസിക്കുന്ന വ്യക്തി എപ്പോഴും അവൻ്റെ ഭൂതകാലം റിവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങൾ. രണ്ടാമത്, അവൻ്റെ അവസാന റിസോർട്ടല്ല പ്രാർത്ഥന, അവൻ്റെ ആദ്യത്തെ റിസോർട്ടാണ് പ്രാർത്ഥന. ആദ്യത്തെ കാര്യമാണ് അവൻ്റെ പ്രാർത്ഥന. എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം വന്ന് അവൻ്റെ കൂടെ വന്ന് അവനെ രക്ഷിച്ച് പ്രകാശമായി കോട്ടയായി അവനെ സംരക്ഷിച്ച് ഉയർത്തി കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ ഭയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ അമ്മ എല്ലാ ഭയങ്ങളെയും അതിലംഘിച്ച ആളാണ്. കുരിശിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ അമ്മ ഭയപ്പെട്ടില്ല, അമ്മ പേടിച്ചില്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ആ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.